എൻ്റെ യൂട്യൂബ് ഫാമിലി എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഇന്നത്തെ റെസിപ്പി നമ്മളത് ഷവർമ്മയാണ് കേട്ടോ. മാഗി ഷവർമ്മയാണ്. മാഗിയും ചിക്കനും ഇട്ടിട്ടുണ്ട് ഷവർമ്മയാണ്. ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. നമ്മളെ വീട്ടിലൊക്കെ ചിക്കന് കുറച്ച് ബാക്കിയായി കഴിഞ്ഞിട്ടുണ്ടല്ലോ, കബാബ് ഗ്രില്ലുണ്ടാക്കിയതൊക്കെ കഴിഞ്ഞ് ബാക്കിയാണെങ്കിൽ ഇങ്ങനെ ഒന്ന് പെട്ടെന്ന് ഉണ്ടാക്കി നോക്കി, നല്ല ടേസ്റ്റ്. ആദ്യം നമുക്ക് വേണ്ടിയത് കുബൂസാണ്. അതിനും വേണ്ടി ഞാൻ ലൈറ്റായിട്ട് കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് അതിലേക്ക് 2 ടീസ്പൂണ് ഡ്രൈ ഈസ്റ്റ് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് ഡ്രൈ ഈസ്റ്റാണ്, 2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. അതിന് 2 സ്പൂണ് ഈസ്റ്റിന് 2 സ്പൂണ് ഷുഗറും ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ല ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം കേട്ടോ. ഇത് നല്ല ഈ ഷുഗർ ഇട്ട് മിക്സ് ആകുമ്പോൾ ഇത് കുറച്ച് നേരം വെച്ച് കഴിയുമ്പോൾ ഒന്ന് നല്ല പൊന്തി വരും. അത് നല്ല മാവ് പൊന്താനും വേണ്ടിയിട്ടാണത്. ഇത് ഇളക്കി കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരത്തിന് മൂടി വെക്കട്ടെ. ഇതിനു വേണ്ടി ഞാൻ മാവ് 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എത്ര ആവശ്യമെന്ന് വെച്ചാൽ ഞാനൊരു 6 കുബൂസ് ഉണ്ടാക്കുന്നുണ്ട്. അതിനും വേണ്ടി ഞാൻ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതൊരു അളവാണെങ്കിൽ ഒരു 1/2 കിലോ മാവുണ്ട് കേട്ടോ. പിന്നെ ഇതിനാവശ്യത്തിന് ഞാൻ ഒരു 10 റുപ്യേൻ്റെ പാൽപ്പൊടി പാക്കറ്റ് ഇതിലിട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ആവശ്യത്തിനുണ്ട് ഉപ്പും. ഇനി ഞാൻ ഇത് മൂടി വെച്ചിരുന്നല്ലോ, ഇത് പൊന്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ കൊഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് നല്ല ആദ്യം കൈകൊണ്ട് മിക്സ് ആക്കി കൊടുക്കണം കേട്ടോ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആവശ്യത്തിനുണ്ട വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് ജാസ്തി കട്ടിയും പാടില്ല, കൂടുതൽ വെള്ളം ആവാനും പാടില്ല. പിന്നെ നമുക്ക് ആവശ്യത്തിനുണ്ട വെള്ളം ഒഴിച്ചുകൊണ്ട് നമുക്ക് കുറച്ചായിട്ട് ഇത് കുഴയ്ക്കാം. ഞാൻ വീഡിയോ ഒരു കയ്യിൽ പിടിക്കുന്നത് കൊണ്ട് എനിക്ക് ശരിക്കും ഇത് പിടിക്കാൻ പറ്റണില്ല കേട്ടോ. അതുകൊണ്ട് ഞാനിത് കുഴച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാം. ഇതിപ്പോൾ നമ്മളെ മാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുത്തുകൊണ്ട് ഇത് മേലൊക്കെ ഒന്ന് എണ്ണ തേച്ച് പിടിപ്പിച്ചിട്ട് ഇത് കുറച്ച് നേരത്തിന് മൂടി വെക്കണേ. ഞാനൊരു പാത്രത്തിൽ മാഗി വേവിക്കാൻ വെച്ചിരുന്നു. അതിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചുങ്ങാണ്ട് മാഗി ഓട്ടപാത്രത്തിൽ കെട്ടുങ്ങാണ്ട് വെള്ളം മൂറാൻ വെച്ച് കൊടുക്കണം കേട്ടോ. നമ്മളെ മാഗി റെഡിയായി. ഇപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ക്യാരറ്റ് മെലീസായിട്ട് മുറിച്ചിട്ടുണ്ട്, ഉള്ളി, കേബേജ്, ക്യാപ്സിക്കം, മാഗി, ചിക്കൻ ഞാൻ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു, അത് കുറച്ച് മെലീസായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് മുറിച്ചിട്ട്. പിന്നെ ഒരു പാത്രത്തിലേക്ക് എണ്ണ ഇട്ടുങ്ങാണ്ട് ആദ്യം ഒന്ന് ഉള്ളി ഇട്ട് കൊടുക്കുക. അതൊന്ന് മൂക്കട്ടെ കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ക്യാരറ്റ് ഇട്ട് കൊടുക്കട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കട്ടോ. ഓരോന്ന് വേണം ഇട്ട് ഇതാക്കാൻ. ക്യാരറ്റ് വേകാൻ കുറച്ച് ലേറ്റ് ആവുന്നതുകൊണ്ടാണ് ആദ്യം ഞാൻ ക്യാരറ്റ് ഇട്ടത്. പിന്നെ ക്യാപ്സിക്കം ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ കേബേജ് ഇട്ട് കൊടുക്കാം. നല്ലൊന്ന് മിക്സ് ആക്കി കൊടുക്കണം കേട്ടോ. നല്ല മിക്സ് ആയതിൻ്റെ ശേഷം നമ്മൾ ചിക്കന് ചെറുതായിട്ട് മുറിച്ചിട്ടുണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ ആദ്യമായിട്ട് നമ്മൾ ചിക്കന് ആദ്യം തന്നെ ഇതിന്ന് എല്ലുന്നൊക്കെ വേറെ ആക്കിയിട്ട് ഇങ്ങനെ വേണം നമ്മൾ എടുക്കാൻ നൂഡിൽസ് മാതിരി. പിന്നെ ഇതിലേക്ക് നമ്മൾ മാഗി മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഞാൻ ആദ്യം മാഗി വേവിച്ച് വെച്ചിരുന്നല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് പിന്നെ അതിലുണ്ട് മാഗി മസാലയും പിന്നെ അതിലേക്ക് കുറച്ചും കൂടി ഗരം മസാലയും മിക്സ് ആക്കിയിട്ട് വേണം. ഒരു 2 സ്പൂണോളം ഉണ്ട്, അത് ഇതിലേക്ക് ഇട്ട് കുറച്ച് ഉപ്പ് പൊടിയും ഇട്ട് കൊടുത്താൽ ഇത് മിക്സ് ആക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ടൊമാറ്റോ സോസ് 2 സ്പൂണ് ടൊമാറ്റോ സോസും 2 സ്പൂണും ചില്ലി സോസും ആഡ് ആക്കി കൊടുക്കണം. ഇത് നല്ലൊന്ന് മിക്സ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷവർമ്മൻ്റെ ഉള്ളിൽ വെക്കണേ. ഇത് റെഡി ആയിട്ടാ. ഇനി നമുക്ക് മാവ് ഞാൻ കുഴച്ച് വെച്ചിരുന്നു, അത് നല്ല പൊന്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് പരത്തുമ്പോൾ നിങ്ങൾക്ക് ഞാൻ വീഡിയോ കാട്ടാൻ പറ്റില്ല. ഞാൻ പരത്തി തവയിലിട്ടതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാം. നമ്മളെ കുബൂസ് നല്ല വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല പൊന്തിന് കണ്ടില്ലേ, ഇത് നല്ല വന്നിട്ടുണ്ട്. ഞാൻ എല്ലാ കുബൂസും റെഡിയാക്കി ഇതിൻ്റെ ഉള്ളിൽ വെച്ച് സ്റ്റഫിങ് ചെയ്യാൻ തുടങ്ങിയിട്ടാ. ഇതേപോലെ ഓരോന്ന് വെച്ചങ്ങാണ്ട് ആദ്യം ഈ മസാല ഒന്ന് നിർത്തിയിട്ട് കൊടുക്കട്ടോ.
പിന്നെ കുറച്ച് വെള്ളരി ഉണ്ടെങ്കിൽ മുറിച്ച് നീണ്ടിട്ട് വെച്ച് കൊടുക്കണം അതിലേക്ക്. പിന്നെ ഞാൻ കുറച്ച് മേനീസ് അടിച്ച് വെച്ചിരുന്നു. അപ്പോൾ ഇതിലേക്ക് ഇട്ടുകൊടുത്ത് കുറച്ച് കൂടുതൽ വേണ്ടിയൊരു എങ്ങനെയാണ് വേണ്ടി വെച്ചാൽ നിങ്ങളനുസരിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്തുങ്ങാണ്ട് ഞാൻ റോൾ ചെയ്യുമ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് റോൾ ചെയ്യുന്നത് കാട്ടാൻ പറ്റൂല കേട്ടോ. ഞാൻ റോൾ ചെയ്തെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്നെ കമൻറ്റ് ബോക്സിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ വീഡിയോ ഒന്ന് നിങ്ങൾ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഇനിയൊരു റെസിപ്പി ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.